ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് വചനത്തിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു മുന്നേ ഇവിടെ ഇരുന്നപ്പോൾ രാവിലെ ഇരുന്നപ്പോൾ ദൈവം ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചു. അത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 10-20 വർഷമായിട്ട് ഇവിടെ ദുബായിലുണ്ട്. ജോലിയുടെ സംബന്ധത്തിൽ ഞാൻ കെനിയയുടെ പ്രദേശത്തിലോട്ട് പോകാൻ ഇടയായിത്തീർന്നു. ഏകദേശം 18 വർഷം മുന്നേ. 15 ഓർ 18 വർഷം മുന്നേ. അപ്പം ഞാൻ ഹോട്ടലിലായിരുന്നപ്പോൾ ആഹ്, പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു, വെളിയിലോട്ട് ഒന്ന് ഇറങ്ങി നടക്കാൻ. ഞാനൊരു 18 ഇയേഴ്സ് മുന്നേ നടന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. അന്ന് എനിക്കൊരു 25 ഇയേഴ്സ് അത്രേ ഉള്ളൂ പ്രായം. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, "ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നടക്കാൻ" പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങി നടന്നു. വെളിയിലോട്ട് ഇറങ്ങി നടന്നപ്പോൾ ഞാൻ അവിടെ കുറച്ച് ആഹ്, ദൂരെ നടന്നു ചെന്നപ്പോൾ ഞാനിത് നൈറോബി വെച്ച് നടന്നൊരു കാര്യമാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, "ഇന്ന ആളോട് സംസാരിക്കാൻ" പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം അവിടെ ഒരു കെനിയക്കാരനൊരു മനുഷ്യനാ അവിടെ നിൽക്കുന്നത്. ആ പുള്ളിയോട് ആ പുള്ളിയെ വിളിച്ചുകൊണ്ട് ഹോട്ടലിലോട്ട് ചെല്ലാൻ പറഞ്ഞു. നിന്റെ നിന്റെ മുറിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ആ പുള്ളിയെ അന്നേരം തന്നെ വിളിച്ചു. എനിക്കറിയത്തില്ല പുള്ളി ആരാന്ന്. ഞാൻ വിളിച്ചു. ഞാൻ ആ മുറിയിലോട്ട് കൊണ്ടുപോയി. ഞാൻ താമസിക്കുന്ന ആ ഹോട്ടലിലോട്ട് പോയി. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്ര ഡോളേഴ്സ് അന്ന് അവിടെ ഡോളേഴ്സാ യൂസ് ചെയ്യുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, "ഇത്ര ഡോളേഴ്സ് പുള്ളിയുടെ കൈ കൊടുക്കാൻ" പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ ആ പൈസ എടുത്തിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൈസ എടുത്തിട്ട് ഞാൻ ആ ഒരു ആക്ച്വലി അതൊരു ദേവദാസനായിരുന്നു. ആ ദേവദാസന്റെ കയ്യിലോട്ട് ഞാനത് കൊടുത്തു. ആഹ്, പെട്ടെന്ന് പുള്ളി എൻ്റെ മുന്നില് മുട്ടുമടക്കി കരയാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു ഇതെന്തുവാ? ഞാൻ പറഞ്ഞു, അന്നെനിക്ക് പാസ്റ്ററാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, "ബ്രദറെ, എൻ്റെ മുന്നിൽ മുട്ടുമടക്കല്ലേ, എഴുന്നേക്ക്. ഞാൻ ദൈവം പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യുന്നന്നേ ഉള്ളൂ. എഴുന്നേക്കാൻ" പറഞ്ഞു. അപ്പം എഴുന്നേറ്റിട്ട് പുള്ളി കരയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, "എന്താ ഇങ്ങനെ കരഞ്ഞത്? എന്താ എൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കി കരഞ്ഞതെന്ന്" ഞാൻ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, "എനിക്ക് ഇപ്പോൾ 3 പെൺമക്കളാ. ഉം, ഞാനും എൻ്റെ വൈഫും ആ 3 മക്കളും താമസിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോംബെയിലൊക്കെ ഉള്ള ജുക്കി സ്ലംസ്, സ്ലംസ് എന്ന് പറയുന്ന അതിനകത്ത് 4 കമ്പ് നാട്ടിയ ഒരു 2 ആസ്പെറ്റോ ഷീറ്റിന്റെ അടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞുപോയി. ആ, ഞാൻ ചിന്തിച്ചു, ഉം, എന്നെ ദൈവം ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി കെനിയയിൽ കൊണ്ടുപോയിട്ട് ഇന്ന വ്യക്തിക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്തതെന്ന് ഞാൻ അന്നേരം ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി ഞാൻ ചിന്തിച്ചു പോയി. സ്തോത്രം. ആ ആ ഒരു ചെറിയ ഒരു എമൗണ്ട് ഞാൻ കൊടുക്കാൻ പറ്റിയത് പുള്ളിയുടെ ലൈഫിനെ അത് ശരിക്കും പറഞ്ഞാൽ അത് മാറ്റിമറിക്കാൻ ഇടയായിത്തീർന്നു. അതിൻ്റെയൊക്കെ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് വചനത്തോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. ആ, ഒരു ഏകദേശം 15 ഇയേഴ്സ് ഞാനും പുള്ളിയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് വിളിക്കുമായിരുന്നു. വിളിച്ചപ്പം പുള്ളി ഉഗാണ്ടയിൽ കോളേജിൽ പഠിക്കുമായിരുന്നു പറഞ്ഞു. വചനം പഠിക്കുമായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ആ, ഒരു ഒരു ബന്ധമില്ലാതെ, ഒരു കണക്ഷനും ഇല്ലാതെ നിൽക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഏകദേശം മാർച്ച്, ഏപ്രിൽ ആയിരുന്നപ്പം ദൈവം എന്നെ പിന്നെയും ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. ഈ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പം നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിളിച്ചു. വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, "പാസ്റ്ററെ, എന്നെ അറിയാമോന്ന്" ചോദിച്ചു. എന്നോട് പറഞ്ഞു, "എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? എനിക്ക് മറക്കാൻ പറ്റത്തില്ലെന്ന്" പറഞ്ഞു. ഞാൻ പറഞ്ഞു, "പാസ്റ്ററെ, ദൈവം എന്നോട് സംസാരിച്ചു. പാസ്റ്ററിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു." അപ്പം പാസ്റ്റർ പറഞ്ഞു, "ആഹ്, ഞാൻ വളരെ എൻ്റെ ലൈഫ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടായിരിക്കും ദൈവം നിന്നെ ഓർമ്മിപ്പിച്ചതെന്ന്" പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, "പാസ്റ്റർ ഇങ്ങോട്ട് വരാൻ പറ്റുമോന്ന്" ചോദിച്ചു.
പ്രൈസ് ഗോഡ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒന്നിച്ച് പല സ്ഥലത്ത് കെനിയ എന്ന പ്രദേശത്തിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ ഇടയായി തീർന്നു. ഒരു സ്ഥലമല്ല, രണ്ട് സ്ഥലമല്ല. ആ, മലിൻഡി, മൊംബാസ, കിസി എന്ന് പറയുന്ന അനേക ഏരിയയിൽ ദൈവം ശുശ്രൂഷിക്കാൻ ഇടയാക്കി തീർത്തു. ഞാൻ ഈ ശുശ്രൂഷിക്കുന്നതൊന്നും ആ, വിശ്വാസികളുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് അവിടെ ബിഷപ്സും പാസ്റ്റേഴ്സും ലീഡേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചത്, ഇന്നിവിടെ പറയാൻ ആഗ്രഹിച്ചത്, ആ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് അതിനെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും അത്ഭുതം അത്ഭുതം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ അത്ഭുതത്തിൽ കൂടെ ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇത് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കയറാനായിട്ട് ഉള്ള ഒരു സാക്ഷ്യമായിട്ട് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്ക് പെട്ടെന്ന് വചനത്തിലോട്ട് കയറി വരാം. ഇന്ന് ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാനാകുന്നു, ഐ ആം. 7 തവണയാ യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് ഞാൻ ആകുന്നെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്ന വേഴ്സസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ഞാൻ മലയാളം സംസാരിക്കുന്നേ ഉള്ളൂ, പക്ഷെ മലയാളം വായിക്കത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ അത് വളരെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പിന്നെ പറഞ്ഞു യോഹന്നാൻ 8:12, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ പറഞ്ഞു, ഐ ആം ദ ഡോർ, ജോൺ 10:9. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ജോൺ 10:11-14. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, ജോൺ 11:25. I am the way, the truth, and the life, John 14:6. I am the wine, John 15:1-5. പലയിടത്തും യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ഞാനാകുന്നു, ഞാനാകുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാ മറ്റൊരു സുവിശേഷത്തിൽ പറയാത്ത ഒരു രീതിയിൽ യോഹന്നാൻ കർത്താവ് ഞാൻ ആകുന്നു എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ സുവിശേഷമുണ്ട്. മത്തായിയുണ്ട്, മർക്കോസുണ്ട്, ലൂക്കോസുണ്ട്, യോഹന്നാനുണ്ട്. ഓരോ സുവിശേഷത്തിലും കർത്താവിനെ വ്യത്യസ്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിനെ ദൈവപുത്രൻ എന്നാണ് കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹി ഈസ് പോർട്രേഡ് ആസ് ദ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും എന്നാലും കർത്താവ് ഞാൻ ആകുന്നു എന്ന് പറയുന്നത്? നമ്മൾ എല്ലാ 7 സ്റ്റേറ്റ്മെൻറ്റും ഇന്ന് എടുക്കാനായിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടും ഇന്ന് സമയമില്ല. സമയം നമ്മുടെ മുന്നിലില്ല. പക്ഷേ ഞാൻ വാചകത്തിൽ ഞാൻ 2 പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് ജോൺ 6:48. ജോൺ 6:48. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഇത് ആരോട് സംസാരിക്കുന്നത്? കർത്താവ് അവിടെ ആയിരിക്കുന്ന യഹൂദന്മാരോടാണ് ഇത് സംസാരിക്കുന്നത്. കർത്താവ് ഇത് സംസാരിക്കുമ്പോൾ ജോൺ 6:48 ഇത് പറയുമ്പോൾ ഏത് പറയുന്നു? ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത വാക്യം ജോൺ 6:49
പറയുന്നുണ്ട്, യുവർ ഫാദേഴ്സ് ഏറ്റ് ദ മന്ന ഇൻ ദ വിൽഡർനെസ് ആൻഡ് ആർ ഡെഡ്. നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ വെച്ച് അപ്പം കഴിച്ചു, പക്ഷേ അവർ പട്ടുപോയി, എന്നുവെച്ചാൽ മരിച്ചുപോയി. ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഞാൻ നേരത്തെ പറയുകയും ചെയ്തു, യോഹന്നാൻ സുവിശേഷത്തിൽ ദൈവപുത്രനെന്ന് കാണിക്കാൻ വേണ്ടിയും കൂടെ ഇത് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ കേൾക്കുന്ന യഹൂദന്മാരെ അവരുടെ ചരിത്രത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവര് ആവർത്തിച്ച് 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 എല്ലാ ജനറേഷനിലും അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് മുതൽ മിസ്രൈമിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടിയോ, അന്ന് മുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് അവരുടെ തലമുറകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നു, അവിടെ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. പ്രൈസ് ഗാഡ്. ഈ ഒരു ചരിത്രം എല്ലാ വർഷവും ഇവർ ഓർക്കും, ഇവരവരുടെ തലമുറകളോട് പറയും. ഇത് പറയുമ്പോൾ അവര് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ വിടുതൽ കിട്ടിയത് ഒരു വിടുവിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു, മോശ, ഒരു ഗ്രേറ്റ് ലീഡർ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. മരുഭൂമിയിൽ വെച്ച് മോശയോട് ദൈവം ഇടപെട്ടപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? മോശയോട് വർഷങ്ങൾക്ക് മുന്നേ മരുഭൂമിയിൽ വെച്ച് ഒറ്റയ്ക്ക് ദൈവം ഇടപെട്ടപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. ആ കാര്യം തന്നെ എടുത്തിട്ടാ ഇവിടെ ഈ യഹൂദന്മാരോട് കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നതെന്നറിയാം? നമുക്കൊക്കെ കർത്താവ് പല പല കാര്യങ്ങളാണ്. സൗഖ്യദായകന, പ്രൊവൈഡറ, ഓക്കെ, രക്ഷകന, പാറയ, പലതാ. പക്ഷെ മോശയുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, കർത്താവിനായ യേശു ക്രിസ്തുവിന്റെ പരിസ്ഥിതി ശുശ്രൂഷയില് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കർത്താവ് ഇത് വെറുതെ അല്ല ഇത് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം എന്തുവാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കർത്താവ് എന്താണ് ആ സമയത്ത് ഈ ജനത്തിനോട് ഉദ്ദേശിച്ചത്. പ്രൈസ് ഗോഡ്. ഈ ഒരു കാര്യം, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഒരു കാര്യം, ഒരു സംഭവം നടന്നു. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ചു. എന്തോ അത്ഭുതം നടന്നത്? 5000 പുരുഷന്മാര് മാത്രം 5000 എന്ന് വെച്ചാൽ 5000 കൂടുതൽ ആൾക്കാരെ കർത്താവ് എന്ത് ചെയ്തു? അവിടെ അവിടെ ദൈവം അത്ഭുതം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവർക്ക് ഭക്ഷണം കൊടുത്തു. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തില്, ആ ഒരു 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 ഇവന്റ് നടക്കുമ്പോഴാ അതിന്റെ ഇടയ്ക്ക് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തു. ഏത് സാഹചര്യം ക്രിയേറ്റ് ചെയ്തു? അവിടെ ഒരു 5000 പേർക്ക് അവിടെ ഭക്ഷണം ലഭിച്ചു.
ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ചെയ്ത്? പണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന ഒഴിച്ചു കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓ, അന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്തുവാ? ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു അത്ഭുതം ഈ 5000 പുരുഷന്മാരുടെ നടുവിൽ ദൈവം ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവിടെ ചെയ്തപ്പോൾ അവരുടെ കാഴ്ചപ്പാട് കൂടെ മാറാൻ വേണ്ടിയാ കർത്താവ് അവിടെ പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ഗാഡ്. യോഹന്നാൻ സുവിശേഷം 6:27 പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അധ്വാനിക്കേണ്ടത് ഈ നശിച്ചു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി അല്ല. പ്രൈസ് ഗാഡ്. ഇവിടെ ആ കർത്താവ് ഈ കേൾക്കുന്ന ജനത്തിന്റെ ആ കാഴ്ചപ്പാട് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഇത്രയും വലിയൊരു അത്ഭുതം 5000 പേരെ പോഷിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമോ? പലർക്കും അറിയാമായിരിക്കും. അവിടെ നടന്നൊരു കാര്യമുണ്ട്. ഈ ജനം ഇവരെ ഈ ജനം കർത്താവിനെ തപ്പി നടന്നു. എന്തിനാണെന്നറിയാം? ഓ, കർത്താവിനെ ഒന്ന് രാജാവാക്കിയാല്, ഓ, എന്നാ പിന്നെ ഏത് സമയത്ത് നമുക്ക് ഭക്ഷണം വേണമെങ്കിലും ഈ രാജാവിന്റെ അടുത്ത് ചെന്നാൽ മതി. പ്രൈസ് ഗാഡ്. പ്രൈസ് ഗാഡ്. എന്തോ സംഭവിച്ചെന്നറിയാം? പണ്ട് അവർക്ക് മരുഭൂമിയിൽ നടന്ന അതേ അബദ്ധം അവർ പിന്നെയും ആവർത്തിക്കാൻ ശ്രമിച്ചു. എന്തുവാ? അവർക്ക് ഭക്ഷണം വേണ്ടിയപ്പം അവർ മുറുമുറുക്കാൻ തുടങ്ങി. എവിടെ? മരുഭൂമിയിൽ വെച്ച്. പണ്ട് മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നപ്പം ഏത് കാര്യത്തിനും അപ്പം വേണമെങ്കിൽ മുറുമുറുക്കാൻ തുടങ്ങി. കാടപ്പക്ഷി വേണ്ടപ്പോൾ മുറുമുറുക്കാൻ തുടങ്ങി. വെള്ളം വേണ്ടിയപ്പം മുറുമുറുക്കാൻ തുടങ്ങി. ഏത് കാര്യത്തിനും എന്ത് ചെയ്യാൻ തുടങ്ങി? കർത്താവിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് മുറുമുറുക്കാൻ തുടങ്ങി. പ്രൈസ് ഗാഡ്. ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റാൻ വേണ്ടിയാ കർത്താവായ യേശു ക്രിസ്തു ഈ കേട്ടുകൊണ്ടിരുന്ന ഈ യഹൂദന്മാരോട് പറഞ്ഞു, ഞാൻ ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങൾ ഇനിയും പ്രയത്നിക്കേണ്ടത് ഈ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല, പിന്നെന്തുവാ? നിത്യതയോട്ട് നിങ്ങളെ എത്തിക്കുന്നത്, എന്നാൽ ഇറ്റേണൽ ലൈഫിലോട്ട് നിങ്ങളെ എത്തിക്കുന്ന ആ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്തിനാ ഇത്രയും വിശദമായിട്ട് ഇത് പറയുന്നതെന്നറിയാം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, കർത്താവ് എനിക്ക് നൽകി തരുന്ന ഒരു വ്യക്തിയാണ്, നമുക്കെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനല്ല, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ നമ്മൾ എപ്പോഴും പറയും, കർത്താവിനെ ഒന്ന് ആഴത്തിലൊന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ ആ കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ട് കർത്താവ് ജീവന്റെ അപ്പമാണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗാഡ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം, ജോൺ 6:51 പറഞ്ഞു, ഐ ആം ദ ലിവിങ് ബ്രെഡ്. അത്രയും നേരം കർത്താവ് ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ പറയുമോ ഞാൻ ജീവന്റെ അപ്പമാണ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് എനിവൺ ഈറ്റ്സ് ഓഫ് ദിസ് ബ്രെഡ് ഹി വിൽ ലിവ് ഫോർ എവർ. ഈ അപ്പത്തെ കഴിക്കുന്നവൻ എന്നേക്കും എന്നേക്കും. കണ്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ. മരുഭൂമിയിൽ അവർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ അവർക്ക് റിവീൽ ആവാത്ത ഒരു വലിയ കാഴ്ചപ്പാടാ ഇവിടെ അന്ന് കർത്താവിന് ശ്രവിച്ചുകൊണ്ടിരുന്ന ആ യഹൂദന്മാർക്ക് ദൈവം ഒരു വെളിപ്പാട് കൊടുക്കുക. എന്താ കൊടുക്കുന്നത്? എന്നെ കഴിക്കുന്നവൻ, ഈ ബ്രെഡ് കഴിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും. എന്ന് വെച്ചാല് ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലോട്ടാ കർത്താവ് ഇവരെ നയിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വചനത്തിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം,
പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പല നന്മകൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെറുവെറുപ്പ് വരാറുണ്ട്. പക്ഷേ അതിനപ്പുറം അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവെന്ന അപ്പത്തെ നമ്മൾ ഭക്ഷിക്കുവാണെങ്കിൽ അത് നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. എന്നാലും എന്തുകൊണ്ടാ, ഞാൻ പിന്നെയും ഈ വചനത്തോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാ അപ്പമാണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാ? ഞാൻ ഇനി ഒരു ഇച്ചിരി ആഴത്തിലോട്ടാണ് ഇറങ്ങുന്നത്, വചനത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഇതിന്റെ ഈ ആഴം മനസ്സിലാക്കണം. അതിന് നമ്മൾ വായിക്കേണ്ടത് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 19-ഉം 20-ഉം. ഹീബ്രൂസ് 10:19-20. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്. Therefore, brothers and sisters, since we have confidence to enter the most holy place by the blood of Jesus, by a new and living way opened for us through the curtain, that is his body. Oh, praise God. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ? കർത്താവിന്റെ ശരീരം എന്ന തിരുശീല കൊണ്ട് നമുക്കൊരു ആക്സസ് കിട്ടുക. ഇത്രയും നാളും ആർക്കും ഇല്ലാത്ത ഒരു ആക്സസിലോട്ട് ദൈവം നമ്മളെ നടത്തുക. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് വെച്ചാല് ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, ഈ ശരീരത്തോട്ട് നിങ്ങൾ ഏകീഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുത്തൻ ആക്സസാ കിട്ടുന്നത്. ഏത് ആക്സസ് ആണെന്നറിയോ? ഓ, ദൈവം ഇരിക്കുന്ന ആ മോസ്റ്റ് ഹോളി പ്ലേസിലോട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടുക. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന സകല ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്ത് സകലയിടത്തും അത് എത്തിപ്പെടുന്നുണ്ട്. എങ്ങനെ എത്തിപ്പെടുന്നത്? രക്തത്തിൽ കൂടെ അത് സകലയിടത്തും എത്തിപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കൂടെ ആക്സസ് കിട്ടുമ്പോൾ, നമ്മുടെ ഈ ശരീരത്ത് സകലയിടത്തും ആരാ വ്യാപരിക്കുന്നത്? കർത്താവാ വ്യാപരിക്കുന്നത്. പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പിന്നെയും ഇതിന്റെ ഒരു ആഴം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൊളോസ്യ ലേഖനം 1:28 നമ്മൾ ഇഷ്ടംപോലെ വചനം കേട്ടിട്ടുള്ളത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒരിടത്ത് പറയുന്നുണ്ട് നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു. പക്ഷെ കൊളോസ്യ ലേഖനം 1:28 പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്ന് പറയുമ്പോൾ, നമ്മളത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുക. ഓ, പ്രൈസ് ഗാഡ്. എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടാ പൗലോസ് അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന്? ഇതൊരു വലിയ മർമ്മമാണ് പറയുന്നത്. ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ, ആ കർത്താവിന്റെ ശരീരം എന്ന തിരിശിൽ കൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു പ്രിവിലേജ് ഉണ്ട്. എന്തുവാണെന്നറിയോ? ആ മഹത്വത്തിലോട്ടുള്ള പ്രവേശനം. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ആക്സസ് കിട്ടിയിരിക്കുക. ഏത് ആക്സസ് എന്നറിയാം? ഒരു ശാശ്വതമായ ആക്സസ്, മഹത്വത്തിന്റെ പ്രത്യാശ ആയ അതിലോട്ടുള്ള ആക്സസ്, ആ മോസ്റ്റ് ഹോളി പ്ലേസിലോട്ടുള്ള ആക്സസ് നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടുള്ള ആക്സസ് കിട്ടുക. പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം
നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഈ റെഫറൻസ് പറയാം. ഞാൻ എപ്പോഴും ഈ റെഫറൻസസ് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, പ്രസംഗം പറഞ്ഞാലും ആ വചനം നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ ഇത് നമ്മളോട് സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഈ ഒരു കാരണത്താല കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ആരാകും? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളെ മഹത്വത്തിന്റെ പ്രത്യാശയിലോട്ട് നയിക്കപ്പെടുന്ന ഞാനാ. എന്നെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ്. പ്രൈസ് ഗോഡ്. എന്തോ ഈ മഹത്വത്തിന്റെ പ്രത്യാശ? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടു പോയ ആ മഹത്വം, ആ ഗ്ലോറി, അതിലോട്ട് കർത്താവായ യേശു ക്രിസ്തു, എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ ആ മഹത്വത്തിന്റെ പ്രത്യാശയിലോട്ട് നമുക്ക് പ്രവേശനം കിട്ടുക. ഹല്ലേലൂയ. പണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാനായിട്ട്, ഓ, കർത്താവായ യേശു ക്രിസ്തു പറയുക, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ജീവന്റെ അപ്പമാകുന്നു പറയുമ്പോൾ അതിന്റെ പിന്നിൽ കിടക്കുന്നതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു ശാശ്വതമായ ഒരു ആക്സസ്, ഒരു എൻട്രി, ഒരു പ്രവേശനം നമുക്ക് ലഭിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ഭാഗം നമുക്ക് യോഹന്നാൻ സുവിശേഷം 8:12. അവിടെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 8:12. യോഹന്നാൻ സുവിശേഷം 8:12. ഞാൻ ഇത് വായിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കർത്താവ് എഴുന്നേറ്റിട്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു? ഞാൻ നിങ്ങളോട് ആ, ആ, നേരത്തെയും പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നില് ദർ ഇസ് എ റീസൺ, ഒരു 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 പശ്ചാത്തലമുണ്ട്, ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടായിരിക്കും എപ്പോഴും ദൈവം നമ്മളോട്, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, കർത്താവ് ഈ ജനത്തോട് സംസാരിക്കുന്നത്. ഇവിടെ എന്തോ അതിന്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലം എന്തോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലോട്ട് പോകണം. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. Now it was the feast of dedication in Jerusalem and it was winter. അവിടെ ഒരു പ്രത്യേക ഉത്സവം നടക്കുക, ഒരു ഫെസ്റ്റിവൽ നടക്കുക. ആ ഫെസ്റ്റിവൽ ചില ട്രാൻസ്ലേഷനിൽ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ട്രാൻസ്ലേഷനിൽ ഹനൂക്ക ഫെസ്റ്റിവൽ എന്ന് പറയുന്നുണ്ട്. നമ്മളിത് മനസ്സിലാക്കണമേ. ഈ കുറച്ച് ചരിത്രത്തിലോട്ട് പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് കർത്താവ് അത് പറയുന്നു, അതിനകത്തൊരു ആത്മീയ അർത്ഥം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ചെറിയ ചരിത്രത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഉത്സവം ഏകദേശം 8 ദിവസവും 8 രാവും പകലും യഹൂദന്മാര് ആചരിക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന്റെ പേര് ഹനുക്ക ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഒരു 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 ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ സമയത്ത്, ഇത് കർത്താവ് യേശു ക്രിസ്തു ആ, ഈ ലോകത്തിലോട്ട് വരുന്നതിന് മുന്നേ, എന്ന് വെച്ചാൽ മറിയൽ കൂടെ ജനിക്കുന്നതിന് മുന്നേ നടന്ന ഒരു കാര്യമാണ്. എപ്പിഫനസ് അന്ത്യോക്കസ് എപ്പിഫനസ് എന്ന് പറയുന്ന ചക്രവർത്തി ആ, ആ, യഹൂദ ദേശമൊക്കെ, ഇസ്രായേൽ ദേശമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ആ, പുള്ളി പല യഹൂദന്മാരെ കൊന്ന്, എന്നിട്ട് യഹൂദ ദേവാലയം ആ, അതിനെ ഡിഫൈൽ ചെയ്തു, അനിഷ്ടമാക്കി. ഓക്കെ. ആ സമയത്ത് കുറച്ച് ജൂസ്, കുറച്ച് യഹൂദന്മാര് എല്ലാരും കൂടെ അവര് ഒന്നിച്ചു വന്നിട്ട്, അവരെ പറയുന്ന മക്കബിയൻസ് എന്നാ പറയുന്നത്. അവരൊരു ഒരു വിപ്ലവം സൃഷ്ടിച്ചു. മക്കാബിയൻ റിവോൾട്ട്, അല്ലെങ്കിൽ മക്കാബിയൻ വിപ്ലവം എന്ന് പറയും, ചരിത്രം പറയും. അവരത് ചെയ്തതിന്റെ പിന്നിലെ കാരണം എന്ന് വെച്ചാൽ, അവരെ എങ്ങനെയും ഈ യഹൂദ ദേവാലയം അവർക്ക് പുനഃ റീഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ.
അതിനെ അതിന്റെ ആ അതിനകത്ത് നടന്ന ആ അശുദ്ധി എല്ലാം മാറ്റിയിട്ട് അവർക്ക് പിന്നെയും ഈ യഹൂദ ദേവാലയം നിർമ്മാണിക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ ആ വിപ്ലവം സൃഷ്ടിച്ചിട്ട് അവർ ജയിച്ചു. ഈ ഒരു കാര്യം വർഷം തോറും മോശ കൊടുത്ത പ്രമാണമല്ല, പക്ഷെ ഇവര് വർഷം തോറും ഇത് ആചരിക്കുമായിരുന്നു. ആ ആചരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ മിനോറ എന്ന് പറയുന്ന വിളക്ക്, ആഹ് ഈ ചില ദേവാലയത്തിലൊക്കെ നമ്മൾ കണ്ടു കാണുമായിരിക്കും. എട്ട് എട്ട് ഇങ്ങനെ മെഴുതിരി വെക്കുന്ന ഒരു 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 കാൻഡിൽ സ്റ്റിക്ക് അത് കത്തിച്ചു വെക്കും. ഓക്കെ, അതിന്റെ പിന്നിലൊക്കെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിനകത്തൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം അവർ കത്തിച്ചു വെക്കും. അതിന് 8 കാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് 8 ദിവസവും ഇത് കത്തിച്ചു വെക്കും. ഞാൻ എന്തിനാ ഇത് പറയുന്നത് അറിയാം? ഈ ഒരു ഉത്സവം ആചരിക്കുന്നതിന്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ അത് 8 ദിവസവും ആചരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കർത്താവായ യേശു ക്രിസ്തു അവരുടെ നടുവില് എഴുന്നേറ്റിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്തുവാ പറഞ്ഞത്? ഞാൻ വെറും വെളിച്ചമാണെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നെന്നാ പറഞ്ഞത്. ഒന്ന് 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 ആഴമായിട്ടൊന്ന് ചിന്തിച്ചേ. ഒന്ന് ഒന്ന് കണ്ണ് തുറന്നൊന്ന് ഒന്ന് ചുറ്റും ഒന്ന് നോക്കിക്കേ. ഒരു വലിയ മർമ്മമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒന്ന് ഒന്ന് ചുറ്റും ഒന്ന് നോക്കിക്കേ. നമ്മുടെ ചുറ്റും പല പല ജാതിയിലുള്ള ആൾക്കാരുണ്ട്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പലരുണ്ട്. എന്നാൽ അവരുടെ ഉത്സവത്തിലോട്ടൊന്ന് നോക്കിക്കേ. അവരുടെ എല്ലാവരുടെയും ഉത്സവത്തിലും ഏതിന്റെ ഉത്സവമുണ്ട്? വെളിച്ചത്തിന്റെ ഉത്സവമുണ്ട്. ദീപാവലി ആഘോഷിക്കും ഹിന്ദുസ്. അതിനെ പറയുന്ന ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഈദ് അൽ ഫിത്തർ ആചരിക്കും മുസ്ലിംസ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സാ പറയുന്നത്. ക്രിസ്മസ് ആചരിക്കും ക്രിസ്ത്യൻസ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വർഷ വർഷങ്ങൾക്ക് മുന്നേ ഈ ഉത്സവമൊക്കെ ആൾക്കാർ ആചരിക്കുന്നതിന് മുന്നേ തന്നെ കർത്താവായ യേശു ക്രിസ്തു ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു. എന്തോ പറഞ്ഞത്? ഞാൻ യഹൂദന്മാരുടെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞത്. അല്ലല്ലല്ലല്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നുവെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം. കർത്താവായ യേശു ക്രിസ്തു പോയി കഴിഞ്ഞിട്ടും പല പല ആചാരങ്ങൾ, അല്ലെങ്കിൽ പല പല ഉത്സവങ്ങൾ നടക്കും. വെളിച്ചത്തിന്റെ ഉത്സവങ്ങൾ നടക്കും. പലരും വ്യത്യസ്തമായ രീതിയിൽ ഉത്സവങ്ങൾ നടത്തും. ഏത് ഉത്സവം? വെളിച്ചത്തിന്റെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് നടത്തും. പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തി കർത്താവ് യേശു ക്രിസ്തു അവരുടെ നടുവിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ, യെസ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്ന് വെച്ചാൽ ഇനി ലോകത്തിൽ പല പല ജാതികൾ പല പല വെളിച്ചത്തിന്റെ ഉത്സവങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ഞാനാ യഥാർത്ഥമായിട്ട് ലോകത്തിന്റെ വെളിച്ചം. ഓ, പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മൾ ഇങ്ങനെ വചനം പഠിക്കാറില്ല. പക്ഷെ ഇവിടെ പറയുന്നു, കർത്താവിന്റെ ദൃഷ്ടിയിൽ കർത്താവിന് മനസ്സിലായി ഒത്തിരി ആചാരങ്ങൾ വരും. അവിടെ എല്ലാം ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് വരും. പക്ഷെ ഞാൻ നിങ്ങളോട് പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഓഫ് ദ വേൾഡ് പറയുന്നത്, ഓഫ് ദ ജൂസ് അല്ല പറയുന്നത്, ഓഫ് ദ വേൾഡ്. എന്ന് വെച്ചാൽ ലോകത്തിൽ ഇനി എത്രയൊക്കെ വെളിച്ചത്തിന്റെ ഉത്സവം വന്നെന്ന് പറഞ്ഞാലും അതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ഞാനാ ലോകത്തിന്റെ വെളിച്ചം. ഓ, പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യഹൂദന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങള് അതല്ല ആചരിക്കേണ്ടത്, അത് നിന്നു പോവും. ഇത് ആചരിച്ചത് എന്തിനാ? ഈ ഈ ഈ ഹനുക്ക ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ ആചരിച്ചത് എന്തിനാ? അവർക്ക് പിന്നെയും ആ ആലയത്തെ റീഡെഡിക്കേറ്റ് ചെയ്യണം, ഒന്നുകൂടെ സമർപ്പിക്കണം. പക്ഷെ ആ സമർപ്പണം എത്ര ദിവസം മാത്രം നിലനിൽക്കുന്നതാണ്?
8 ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു ഉത്സവമാണ്. പ്രൈസ് ഗാഡ്. അതല്ല ദൈവം അവരിൽ നിന്ന് ആഗ്രഹിച്ചത്. നിങ്ങൾ ആ ഉത്സവം മാത്രം ആചരിക്കുവാണെങ്കിൽ ആ ഉത്സവം ഉള്ളിടത്തോളം കാലം ആ 8 ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഭക്തിയായിരിക്കും. പക്ഷെ ആ 8 ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ തോന്നിയതുപോലെ നടക്കും. ഞാൻ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന്, ആ ഒരു കാര്യത്തിലോട്ട് ഞാൻ വരുന്നത്. എന്താണ് കർത്താവ് ആഗ്രഹിച്ചത്? എന്തോ ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ വായിക്കണം 1 യോഹന്നാൻ, യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1:6, 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 1:6. If we say that we have fellowship with him and walk in darkness, we lie and do not practice the truth. അതിന്റെ 7-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 1:7. ഇത് എഴുതിയെടുത്തോണേ, ബിക്കോസ് ഇത് അതിന്റെ മർമ്മമാ പറഞ്ഞിരുന്നത്. കർത്താവ് ലോകത്തിന്റെ വെളിച്ചം ആകുന്നു പറഞ്ഞപ്പോൾ എന്താ കർത്താവ് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ കർത്താവ് ഉദ്ദേശിച്ചത്? അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ബട്ട് ഇഫ് വി വാക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഹീ ഈസ് ഇൻ ദ ലൈറ്റ്, വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ. ഓ പ്രൈസ് ഗാഡ്. ഓ ദൈവ, യോഹന്നാൻ അതിന്റെ മർമ്മം വെളിപ്പെടുത്തുക. വെളിച്ചമാ വെളിച്ചമാ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മളും കർത്താവുമായിട്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടെന്ന്. ഓ പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നെന്ന് നിങ്ങളോട് പറയുമ്പോൾ യോഹന്നാൻ അത് എന്തുവാ, ആ മർമ്മം വികസിപ്പിച്ച് കാണിക്കുക. ആ മർമ്മം പറയുക: ഇഫ് വി വാക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഹി ഇസ് ഇൻ ദ ലൈറ്റ്, വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ. ഓ, നമുക്ക് എന്തുണ്ട്? നമുക്ക് കൂട്ടായ്മയുണ്ടെന്ന്. ഓ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമുണ്ടെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്: നിങ്ങളും ഞാനുമായിട്ട് ഒരു കൂട്ടായ്മയുണ്ടെന്ന്. ഓ പ്രൈസ് ഗാഡ്. കണ്ട കണ്ട കണ്ട, വെറുതെ അല്ല കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾക്ക് ലോകത്തില് വേറെ ഏതൊക്കെ കൂട്ട ആരുടെയൊക്കെ കൂടെ കൂട്ടുകൂടിയാലും നിങ്ങൾക്ക് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മ വേണ്ടത് എന്നോടാണ്. ഓ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓ, നിങ്ങൾ എത്ര മാത്രം ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ചാലും കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ ഇരുട്ടൊന്നും നമ്മളെ ബാധിക്കത്തില്ല. പ്രൈസ് ഗാഡ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു മുറിയിലോട്ട് കയറുമ്പോൾ അത് ലൈറ്റ് ഓഫ് ആയി അല്ലേ? ലൈറ്റ് സ്വിച്ച് ഓഫ് ആയ ഒരു മുറിയിലോട്ട് കയറുവാണെങ്കിൽ അവിടെ ഇരുട്ട. ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ നിറഞ്ഞിരുന്ന ആ ഇരുട്ട് അപ്പൊ തന്നെ അപ്രത്യക്ഷമാവുക, അത് ഡിസപ്പിയർ ചെയ്യുക. ആണോ അല്ലയോ? അതോ നമ്മൾ ഓരോരുത്തടത്തും പോയിട്ട് ഇരുട്ട് മാറ്റണോ? വേണ്ട. വെളിച്ചം വെളിപ്പെട്ടപ്പോൾ ഇരുള് മാറി. പ്രൈസ് ഗാഡ്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പോകുന്നിടത്ത് എല്ലാം ഇരുള് മാറും. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് ഇരുള് മാറ്റാനൊന്നും നിൽക്കേണ്ട. വെളിച്ചം ഉള്ളിടത്ത് ഇരുൾ ഉണ്ടാവത്തില്ല. ഏതിൽ ഒന്നേ ഉണ്ടാവത്തുള്ളൂ. പ്രൈസ് ഗാഡ്. ഇന്ന് ചിലരോടുള്ളൊക്കെ ഞാൻ ഈ വചനം ഇങ്ങനെ പതുക്കെ പറഞ്ഞ് ശാന്തമായിട്ട് പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ചിലരോടുള്ള നമ്മൾ പ്രത്യേകിച്ച് ഇരുള് മാറ്റാനായിട്ട് ഒന്നും ചെയ്യേണ്ട. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ നമ്മൾ നടക്കുന്നിടത്ത് ഇരുള് മാറിപ്പോകും. പ്രൈസ് ഗാഡ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് വി വാക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഹീ ഈസ് ഇൻ ദ ലൈറ്റ്, വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ.
നമ്മൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കൂടെ നടക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ആരാ നമ്മുടെ കൂടെ നടക്കുന്നെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ചിലയിടത്തോട്ട് നമ്മൾ നടക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ വേണ്ടാത്തടത്തോട്ട് നമ്മൾ പോകത്തില്ല. നമ്മൾ വേണ്ടാത്തോടത്തോട്ട് നമ്മൾ കൈ നീട്ടത്തില്ല. വേണ്ടാത്തടത്തോട്ട് നമ്മൾ നോക്കത്തില്ല. വേണ്ടാത്ത സംസാരം നമ്മൾ സംസാരിക്കത്തില്ല. എന്താ കാരണം? നമുക്ക് ഒരു ബോധ്യമുണ്ട്, നമുക്ക് ഉള്ളില് ഈ ലോകത്തിന്റെ വെളിച്ചമുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം കൂടെ ഉണ്ട്. ഈ വെളിച്ചം ഈ ലോകത്തെ കീഴടക്കിയതാ. ഓ ഹല്ലേലൂയ. ഓ, ഒരു വെളിപ്പാട്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തെ വെളി ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയ ഒരുവനാ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇനി അതിനെക്കാട്ടും വലിയൊരു വെളിച്ചവും ഇല്ല. ഈ വെളിച്ചത്തെ മാറ്റാൻ പറ്റുന്ന ഒരു ശക്തിയുമില്ല. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടോ? ഓ, ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-3 ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇതും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക. 2-3 പറയുന്നൊരു കാര്യമുണ്ട്. The life was manifested, and we have seen and bear witness and declare to you that the eternal life which was with the Father was manifested to us. കർത്താവായ യേശുക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വെളിച്ചം നമുക്ക് മാനിഫെസ്റ്റ് ആവാൻ വേണ്ടി എന്തുവാ ഈ വെളിച്ചം? അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. That which we have seen and heard we declare to you, that you also may have fellowship with us, and truly our fellowship is with Father and with Christ. യഥാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ ആരുമായിട്ടാ? പിതാവായിട്ടും പുത്രനുമായിട്ടും. ഓ, പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ നമ്മൾ നടന്നാലും നമ്മുടെ കൂട്ടായ്മ നമുക്കുള്ളത് പിതാവിന്റെയും പുത്രന്റെയും കൂടെയാ. ഓ, നമ്മൾ എപ്പോഴും പറയും, നമ്മൾ വിഷമിക്കുമ്പോഴും നമ്മൾ നിരാശപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്നവരെ കണ്ട്, ഓ ഞാൻ ഒറ്റയ്ക്കാ. ഓ, നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ഈ ഒരു വെളിപ്പാടിൽ കൂടെ ഇനി നടന്നോണം. നമ്മൾ ഒറ്റയ്ക്കല്ല. വി ആർ നോട്ട് അലോൺ. നമുക്ക് കൂട്ടായ്മ ഉള്ളത് ആരോടാ? പിതാവിനോടും പുത്രനോടും. പ്രൈസ് ഗാഡ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു വന്ന് നിന്റെ ഉള്ളിൽ വസിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒന്ന് അതെടുക്കാം. യോഹന്നാൻ സുവിശേഷം അതിന്റെ അതിനകത്ത് അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. If anyone loves me, and he will keep my word, and my Father will love him, and we will come to him and make our home with him. ഓ, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവ് പറയുക, വി വിൽ മേക്ക് അവർ ഹോം എന്ന് വെച്ചാൽ നമ്മുടെ മേൽവിലാസവും എന്ന് പറയുന്നത് ഒരേ മേൽവിലാസമോ, എന്റെയും കർത്താവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എല്ലാവരുടെയും മേൽവിലാസം ഒന്നാ. അവർ ഹോം. വി വിൽ മേക്ക് അവർ ഹോം വിത്ത് ഹിം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മുടെ നമ്മുടെ അറിയായ്മയിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ ഞാൻ ഒറ്റയ്ക്കാണെന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ലവ് മീ, കർത്താവ് പറഞ്ഞു, വി വിൽ മേക്ക് അവർ ഹോം വിത്ത് യു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തില് ആരാ വസിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഒന്നിച്ച് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക. ഉഫ്, ഇതിനെക്കാട്ടും വലിയൊരു ഭാഗ്യേറിയ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ എപ്പോഴും വിഷമിക്കുമ്പോൾ പറയും, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. പക്ഷെ അങ്ങനെ നിരാശപ്പെടുന്നുള്ള ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ദൂത് പറയുക, വിഷമിക്കണ്ട, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും, ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പറയുന്നു, വി വിൽ കം ടു ഹിം. ഓ, ഒന്ന് ഓർത്ത് നോക്കിയേ, ആ സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നമ്മുടെ അകത്തോട്ട് വരും, നമ്മുടെ ഉള്ളിൽ വരുക, നമ്മുടെ ഉള്ളിൽ തന്നെ വാസമാക്കുവാൻ. ഇതേ കാര്യം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ അവിടെ പറഞ്ഞു, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് let us make man in our own image. Let us. കണ്ടോ, അവിടെയും പിതാവ് പറയുക, let us make. ആ അസ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുക, ഞങ്ങള് വരും നമ്മളിൽ വാസമാക്കുവാൻ. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് വളരെ ശാന്തമായിട്ടായിരുന്നു നിങ്ങളോട് വചനം പറഞ്ഞത്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം എന്ന് പറയുമ്പോൾ മോശയോട് പറഞ്ഞു, ഞാൻ ആകുന്നെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു യഹൂദന്മാരോടും നമ്മളോടും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജീവന്റെ അപ്പാകുന്നു. എന്ന് വെച്ചാൽ ഞാൻ ശാശ്വതമായ ഒരു പ്രവേശനം നൽകി തരുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്ന് വെച്ചാൽ ഞാൻ ശാശ്വതമായ ഒരു കൂട്ടായ്മ തരുന്നു. പ്രൈസ് ഗോഡ്. ഈ വചനം കൊണ്ട് ഇന്ന് ദൈവം നമ്മളെ അടുത്തൊരു ലെവലിലോട്ട് കയറ്റി നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇത്രയും നാളും കാണാത്ത ഒരു വലിയ കൂട്ടായ്മ, ഫെലോഷിപ്പ്. എന്ന് വെച്ചാല് എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഇഷ്ടമല്ലാത്തടത്ത് ഞാൻ പോകത്തില്ല. എന്താ കാരണം? എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അവനോടുള്ള സ്നേഹം എനിക്ക് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ, നമ്മൾ സൺഡേസിൽ നമ്മളൊരു മാസ്ക് അങ്ങിടും. പക്ഷെ മറ്റുള്ള ദിവസങ്ങളോ? പക്ഷെ ഇവിടെ വചനത്തിൽ കൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾ വന്ന് നിന്റെ കൂടെ വാസം ചെയ്യും. ടെമ്പററി വാസമല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്, പെർമനന്റ് വാസമാണ്. നമ്മളാ ടെമ്പററി ആയിട്ട് മാറ്റി വെക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പം ആ കർത്താവെ ഇവിടെ ഇരുന്നു, ഞാൻ അവിടെ പോയിട്ട് ഞാൻ അത് ചെയ്തിട്ട് ഇങ്ങ് വരാം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നു കേട്ടോ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇതുപോലൊരു വെളിച്ചം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അത് അത് വാസ്തവമാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് വെച്ചാൽ ഞാൻ ഇതിനെയൊക്കെ കീഴ്പ്പെടുത്തിയതാ. ഹല്ലേലൂയ. അങ്ങനെ കീഴ്പ്പെടുത്തിയ ആ കർത്താവിനെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാ? നമുക്ക് പിന്നെ ഏത് കൂട്ടായ്മ ഏറ്റവും കൂടുതൽ വലിയ കൂട്ടായ്മയായിട്ട്? നമുക്ക് ഒരു കൂട്ടായ്മയില്ല. നമുക്കുള്ള കൂട്ടായ്മ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ മാത്രമാണ്. ബിക്കോസ് അത് മാത്രമേ ഉള്ളൂ ശാശ്വതമായി നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മോട് സംസാരിച്ചെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ വചനം വചനം നിങ്ങളോട് സംസാരിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ഇന്ന് എത്രത്തോളം ഞങ്ങളോട് സംസാരിച്ചതായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഈ വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, കേട്ട ഓരോ വ്യക്തികളെയും കർത്താവ് അടുത്തൊരു ലെവലിലോട്ട് കയറ്റി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യെസ്, ഇന്നലത്തെ ആ ഒരു റിലേഷൻ അല്ല കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയത് കർത്താവ്. കർത്താവ്, ഈ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയ അതിൻ്റെ ആഴം ഇവരെ ഓരോരുത്തരെയും കൂടുതലായിട്ട് കർത്താവിനോട് അടുപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ ഞെരുങ്ങുന്ന വിഷയത്തിന്മേൽ കർത്താവ് മറുപടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് അറിയിക്കുന്നു. ചില നീറിപ്പുകയുന്ന വിഷയത്താൽ ഭാരപ്പെടുന്ന ചിലരുണ്ട്. പക്ഷേ കർത്താവ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ജീവന്റെ അപ്പമാണ്. യെസ്, അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്, അല്ലേ?
അപ്പം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആ അപ്പത്തെ, ആ നശ്വരമായ അപ്പത്തെ മാറ്റി വെച്ചിട്ട് ഈ കർത്താവിനെ നമ്മൾ ഭക്ഷിക്കുവാണെങ്കിൽ, കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ. പ്രൈസ് ഗോഡ്. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി വില മുടക്കിക്കൊണ്ട് കർത്താവ് നിങ്ങളെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ നന്ദി, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവെ ഇവിടെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ ഈ ആമേൻ. വചനം അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ പ്രസംഗം അതൊന്ന് മറന്നാലും കർത്താവെ ഹല്ലേലൂയ, ആ വചനം വായിച്ച് ഏറ്റെടുത്ത് കർത്താവെ അങ്ങയുടെ കൂടെ വസിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, നടത്തുന്ന ആന്റിയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, പാസ്റ്ററിനോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾ ഈശ്വനാഥ് ചോദിക്കുന്ന കൃപ കേൾക്കണമേ. ആമേൻ.